ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അടിപൊളി രീതിയിൽ ഇന്ന് 20-ാം തീയതി എമ്പുരാൻ 2-ൻ്റെ ട്രെയിലർ ഇറങ്ങി. അപ്പം നമുക്ക് അതിൻ്റെ നമ്മളിതിനു മുമ്പൊക്കെ മാളികപ്പുറത്തേക്ക് അങ്ങനെയുള്ള എല്ലാ കുറച്ച് 2-3 സിനിമയാണ് തോന്നുന്നു, അതോ ഒരു സിനിമയൊന്നും അറിയത്തില്ല, ചെയ്തിട്ടുണ്ട് റിവ്യൂ. അപ്പം അത് നമ്മൾ വായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ റിവ്യൂ ആണ്. ഇന്ന് തന്നെയാണ് ഇറങ്ങിയത്. 12 മണിയൊക്കെ 12 മണി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഇറങ്ങിയത്. അപ്പം നമുക്കത് അതിൻ്റെ റിവ്യൂവും ആ ട്രെയിലറൊന്നും ഉണ്ടല്ലോ. അപ്പം ലൈക്ക് അടിക്കുക, ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൂവിയുടെ ട്രെയിലർ ഇനി ഇറങ്ങുമ്പം നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇടാൻ പോകുന്ന വീഡിയോസ്, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള കണ്ടന്റ് വേണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മളെ ഈ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തില്ലേ, ആക്ട് ചെയ്തുള്ള അത് വേണോ, അത് ഫോണുമായി ബന്ധപ്പെട്ട ട്രിക്സ് വേണോ, എക്സ്പീരിയൻസ് ചെയ്യണോ, ഓക്കെ അങ്ങനെയുള്ള എന്താണെന്ന് വെച്ചാൽ എന്തോന്ന് ഇടുക. അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിലർ കാണാമല്ലേ. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. രാജനീതി एक धंधा है हमारे देश में. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ये दया दिखाने के लायक ही नहीं होते, पर शुरू से वो एक के नाम से डरते थे. ഈ ഡ്രഗ് കാർട്ടൽസ്, ജിഹാദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്നു ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. Face the world, Abraham. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. Zaid Masood. We have to end this war. So Stephen, come back. Save your land. Save God's own country. But answer this one question. Who are you really? Lucifer. എൻ്റെ മോനെ എന്തോ പറയണം.
കണ്ടേ വിഷയ സാധനം. ആദ്യമേ മോഹൻലാൽ ലാലേട്ടൻ വരാതെ പിന്നെ നോക്കിയപ്പം സീനുണ്ട്. അപ്പം പൃഥ്വിരാജിൻ്റെയൊക്കെ സിനിമയാണിത്. കിടില സിനിമയാണ് എന്ന് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്തുമായിരിക്കും മോനെ. സീൻസ് ട്രെയിലർ തന്നെ കിട്ടിക്ക്. അപ്പം പ്രത്യേകിച്ച് എന്ത് പറയാൻ, നിങ്ങൾ തന്നെ അഭിപ്രായം പറ. കിട്ടിയില്ല, എനിക്കൊന്ന് നല്ല ട്രെയിലറായിട്ട് തോന്നി. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ട്രെയിലറുമായിട്ട് വരാം. നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും. സിനിമ അടിപൊളി ട്രെയിലർ കിട്ടിക്ക് 100% അടിച്ച് പൊളിച്ച്. അപ്പം ബൈ.